ഒരിടവേളയ്ക്ക് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷമാകാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്. കഴിഞ്ഞ 10 വർഷം അക്കാര്യത്തിൽ കോൺഗ്രസ് പരാജയമായിരുന്നു. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്നും ചെയ്തില്ലെന്നല്ല, നിങ്ങൾ ചെയ്യുമെന്ന് ജനം പ്രതീക്ഷിച്ചത് പലതും ചെയ്തില്ല. കയ്യും കെട്ടി മൗനമായി നോക്കി നിന്നു. ഒടുവിലൊരു പേമാരിയാകാനും അഹന്തയുടെ ഹിമാലയത്തിൽ ഉരുൾപൊട്ടലാകാനും നിങ്ങൾക്കായി. അത് സമ്മതിച്ചു. പ്രതിപക്ഷത്തിരുന്ന് പ്രവർത്തിക്കാൻ പോലും നിങ്ങളെ അനുവദിക്കാതിരുന്നവരുടെ നിരവധി കസേരകൾ ജനം അവരുടെ വീട്ടിലേക്ക് തള്ളി മാറ്റിയിട്ടുണ്ട്. അതൊന്നും വെറുതെയല്ല, ഒരു മുന്നറിയിപ്പാണ്. ഇനി നിങ്ങൾ ജനകീയ വിഷയങ്ങളിൽ ഒരു ഇടവേളയില്ലാതെ ഇടപെടണം. ഇനി ഒരു മുഴുവൻ സമയ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം. മുന്നണിയിൽ നേതൃത്വമുണ്ടാകണം, ഐക്യമുണ്ടാകണം. അധികാരമോഹികളായ ഒറ്റുകാരെ കരുതിയിരിക്കണം. അധികാര ദുർവിനിയോഗം കൊണ്ടും വർഗീയ ധ്രുവീകരണം കൊണ്ടും മുതലാളിത്ത ചങ്ങാത്തം കൊണ്ടും ഭരിക്കുന്നവർ ജനങ്ങളെ ദ്രോഹിച്ചെങ്കിൽ പ്രതിപക്ഷം ദ്രോഹിച്ചത് നിഷ്ക്രിയത കൊണ്ടാണ്. സംശയമുണ്ടോ? പ്രതിപക്ഷത്തിലുള്ള വിശ്വാസത്തിൽ ഉപരി ഭരിക്കുന്നവരോടുള്ള രോക്ഷമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. രാജ്യത്താകമാനം പൂവ് ചോദിച്ചവർക്ക് പൂന്തോട്ടം എന്ന പോലെ കോൺഗ്രസ് മുക്ത ഭാരതം ചോദിച്ചവർക്ക് പ്രതിപക്ഷ മുക്ത ഭാരതം കൊടുത്തതിൽ പ്രതിപക്ഷത്തിനും പങ്കുണ്ട്. ജനാധിപത്യത്തിന് യോജിച്ചൊരു സർക്കാരോ നല്ലൊരു പ്രതിപക്ഷമോ ഇല്ലാത്ത 10 വർഷമാണ്, 1-2 10 വർഷമാണ് കടന്നുപോയതെന്ന് കരുതുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ കർഷകർ സ്വന്തമായി സംഘടിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. ആ വിഷയത്തിൽ മാത്രമല്ല, ഒരു കാര്യത്തിലും രാജ്യത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തെ വിറപ്പിക്കുന്ന ഒരു പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാർക്കോ കഴിഞ്ഞില്ല. ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തിയപ്പോൾ പോലും പാചകവാതകത്തിൻ്റെയും പെട്രോൾ ഡീസലിൻ്റെയും വില കുത്തനെ കൂട്ടുകയും പാർലമെൻറ്റിൽ പോലും പറയാതെ സബ്സിഡി എടുത്തു കളയുകയും ചെയ്തു. തുടർന്ന് വിലക്കയറ്റം അസഹനീയമായി. പ്രസ്താവനകൾക്കും പ്രസംഗങ്ങൾക്കും സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകൾക്കും അപ്പുറം പ്രതിപക്ഷം എന്തു ചെയ്തു? രാഹുൽ ഗാന്ധി എന്തു ചെയ്തു? കോൺഗ്രസ് എന്തു ചെയ്തു? മാധ്യമങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷമായി, ഒരു യഥാർത്ഥ പ്രതിപക്ഷമായി പ്രവർത്തിച്ചത്. വിമർശിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുകയും നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തപ്പോഴും നിങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല. എന്തെങ്കിലും ചെയ്യാനായോ? ഒരാത്മപരിശോധന നടത്തി നോക്ക്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അഴിമതിയും ന്യൂനപക്ഷ ദ്രോഹങ്ങളുമൊക്കെ എതിരില്ലാതെ അരങ്ങേറിയില്ലേ? അതൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ. രാജ്യദ്രോഹത്തിൻ്റെ തോക്ക് ചൂണ്ടി ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഭയപ്പെടുത്തിയപ്പോൾ വിദേശ മാധ്യമങ്ങളും വിദേശത്തുള്ള ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരും കളത്തിലിറങ്ങി. നിങ്ങൾക്കറിയാമോ? മോദി സർക്കാരിൻ്റെ വർഗീയതയും അഴിമതിയും പൊള്ളയായ അവകാശവാദങ്ങളും തെളിവ് സഹിതം വെളിപ്പെടുത്തിയ യൂട്യൂബർമാരായ ധ്രുവ് റാഡി, രവീഷ് കുമാർ, അഭിഷേക് ബാനർജി തുടങ്ങിയവർ പ്രതിപക്ഷത്തെക്കാൾ മോദി സർക്കാരിനെ എതിരെ പടപൊരുതിയവരാണ്. മോദി സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇന്ത്യയിലെ എത്രയോ നിരവധി മാധ്യമപ്രവർത്തകർക്ക് ജോലി നഷ്ടമായി. പലരും ജയിലിലായി. അവരുടെ പോരാട്ടത്തിൻ്റെ ഫലം കൂടിയാണ് പ്രതിപക്ഷത്തിൻ്റെ വിജയം. പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ലെന്ന് മറക്കുന്നില്ല. ED ഉൾപ്പെടെ സകല സർക്കാർ സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് നേതാക്കളെ വരെ കേസിൽ കുടുക്കിയും പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയും ജയിലിലടച്ചും സർവാധിപത്യ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സർക്കാരിനെ അടിയന്തരാവസ്ഥയിൽ അല്ലാതെ ഇന്ത്യക്ക് പരിചയമില്ലായിരുന്നു. കോൺഗ്രസും പകച്ചുപോയിട്ടുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള പണം പോലും പ്രതിപക്ഷ പാർട്ടികളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു. എന്നിട്ടും രാഹുൽ ഗാന്ധി പൊരുതി നിന്നു. മറക്കുന്നില്ല, ഭാരത് ജോഡോ യാത്ര മുതൽ കോൺഗ്രസും പ്രതിപക്ഷവും ഉയർത്തെഴുന്നേറ്റു. പാർട്ടികളെ അടർത്തിയെടുത്തിട്ടും പരാജയം സമ്മതിക്കാതെ ഉള്ളവരെ വെച്ച് യുദ്ധം നയിക്കാൻ നിങ്ങൾ തയ്യാറായി. ഇലക്ട്രൽ ബോണ്ടിൻ്റെ അണിയറ കഥകളും അഴിമതി വഴികളും കോടതി വിധികളിലൂടെ തുറന്നു കാണിച്ചു. ഏറെ പൊരുതി നേടിയതാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ വിജയം. പക്ഷേ ആ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഒന്നും കഴിഞ്ഞ 10 വർഷമായി നിർണായക സമയങ്ങളിൽ നിങ്ങളിലുണ്ടായിരുന്നില്ല. നിങ്ങളവിടെ കയ്യും കെട്ടി മൗനമായി നിന്നു. ഒരു നേതാവ് പോലുമില്ലാതെ എത്ര നാൾ ഇരുട്ടിലലഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ്. പ്രതിപക്ഷ മുന്നണിക്ക് ഒരു നേതാവിനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരുന്നോ? തിരുത്താനേറെയുണ്ട്. ഏകാധിപത്യത്തിനും ധാർഷ്ട്യത്തിനും അഴിമതിക്കും സാമ്പത്തിക അസമത്വത്തിനുമെതിരായിട്ടാണ്
പൊരുതുന്നതെങ്കിൽ പ്രതിപക്ഷ മുന്നണി ആദ്യം സ്വന്തം പാർട്ടികളെ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കണം. കൂടെ നിൽക്കുന്നവരെ നിങ്ങളുടെ മുന്നണിയിലെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് തുടങ്ങണം. അവിടെ നിന്ന് തുടങ്ങണം ശുദ്ധീകരണവും ശുദ്ധീകലശവും ശുദ്ധരാഷ്ട്രീയവും. ഒരുപോലെ നിങ്ങൾ ഇന്ത്യയെ പ്രതിഫലിപ്പിക്കണം. ഇന്നേക്ക് 131 വർഷം മുൻപാണ് വെള്ളക്കാരുടെ സീറ്റിലിരുന്നതിന് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ വർണ്ണവെറിയന്മാർ തീവണ്ടിയിൽ നിന്നും പുറത്താക്കിയത്. അതോടെ തകരുകയായിരുന്നില്ല, പുതിയൊരു ഗാന്ധി പിറക്കുകയായിരുന്നു. കരുത്തുറ്റൊരു പ്രതിപക്ഷത്തിൻ്റെ കുതിപ്പിനെക്കുറിച്ച് ചിന്തിക്കാനും ഇതാണ് സമയം. പക്ഷേ ഗാന്ധി ഭക്തിയും ഗോഡ്സെ വിരുദ്ധതയും മാത്രം പോരാ, ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ പിന്തുണച്ചത്.